ചർച്ചകൾ നടക്കട്ടെ. ചർച്ചകൾ നടന്നാലല്ലേ തീരുമാനങ്ങൾ വരൂ. തീരുമാനം വന്നാലല്ലേ കാര്യങ്ങൾ നടക്കൂ. ഫലം വരുന്നതിന് മുൻപ് തന്നെ ഈ മുഖ്യമന്ത്രി ആരും നോക്കിയ കോൺഗ്രസിൽ എന്താ അത്ഭുത? കേരളത്തിൽ ഇതിനു മുമ്പൊന്നും ഇലക്ഷൻ നടന്നിട്ടില്ലേ? ഇലക്ഷൻ്റെ റിസൾട്ട് വരാനൊക്കെ കഴിയുന്നതിന് മുമ്പ് തന്നെ ചർച്ച തുടങ്ങലില്ലേ? ചർച്ച തുടങ്ങാറുണ്ട്. അതൊക്കെ ഒരുപാട് എത്രയോ കാലത്തെ പഴക്കമുള്ളവരാണ്. നിങ്ങൾ പുതിയ പത്രക്കാരാണ്, നിങ്ങൾക്കതറിയില്ല. പാരമ്പര്യമില്ലാത്തവരായി പറയുന്നത് ഈ വർത്തമാനം പറയുന്നത്. എന്താ ഫലമില്ലാണ്ട് ഉറപ്പല്ലേ? സംസാരിച്ചാലല്ലേ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അതിനുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇല്ല, എന്താ ക്ഷീണം? ക്ഷീണം എന്താ? പാർട്ടിയാണ് ചർച്ച ചെയ്യുന്നത്, വ്യക്തികളല്ല. പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ പാർട്ടി ചർച്ച നടത്തുന്ന തീരുമാനങ്ങളിൽ എന്താണ് പ്രശ്നം വരേണ്ടത്? അത് വേറെ കാര്യം. അത് ഫലം വന്ന് ചർച്ച നടത്തുന്നവരുണ്ട്, ഫലം വരുന്നതിന് മുമ്പ് ചർച്ച നടത്തുന്നവരുണ്ട്. അതൊക്കെ സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാവർക്കും അതിനൊരു വഴിയുണ്ട്, അതിനൊരു തിങ്കിങ് ഉണ്ട്. ആ രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അല്ല, അത് ഓരോരോ ആൾക്കും ഓരോരാളുടെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ ഞങ്ങളാരും ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അവരത് പറയും. ആ പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുന്നവർക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് സ്വീകരിക്കണ്ട. തളിപ്പറമ്പിലൊക്കെ ടി.കെ. ഗോവിന്ദനെ നിയുക്തി എം.എൽ.എ പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ ഫ്ലക്സ് ഒക്കെ വന്നു. ഫലം വന്നിട്ട് പോലും ഇല്ല. നിയുക്തി എം.എൽ.എ അല്ല, അത് അവിടുത്തെ വോട്ടർമാരോട് പോയി ചോദിക്കും. അത് എന്നോട് ചോദിച്ചിട്ട് മനസ്സിലായോ? അതായത് ഇപ്പോ ഈ എംപിമാരെ മത്സരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞവർ തന്നെ പിന്നീട് ഇവിടെ വന്നിട്ട് ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തി വേണ്ട എന്ന് പറയിച്ചു എന്നുകൂടി എം.കെ. രാഘവൻ പറഞ്ഞിട്ടുണ്ട്. തന്നോടക്കം മത്സരിക്കാൻ തോൽക്കാവുന്ന മണ്ഡലമാണ് തരുന്നത്, പക്ഷെ മത്സരിക്കണം എന്ന് പറഞ്ഞവർ തന്നെയാണ് ഇവിടെ വന്നാക്കിയത്. ഹൈക്കമാൻഡിനെ പഴി ചാരേണ്ടതില്ല എന്നാണ് എം.കെ. രാഘവൻ പറഞ്ഞത്. അത് നല്ല അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം. അതല്ലേ ശരിയും, അദ്ദേഹം പറഞ്ഞതല്ലേ ശരിയും. സ്വാഭാവികം. ഹൈക്കമാൻഡിന് മേൽ ഒരു സമ്മർദ്ദം ഉണ്ടായ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു? സമ്മർദ്ദമൊന്നും ഉണ്ടായിട്ടില്ല. ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാറിനോട് ആവശ്യപ്പെട്ടിരുന്നോ? ആര്? അങ്ങനെ ഒരു നീക്കം നടത്തിയതായി എനിക്കറിവില്ല. അല്ല, അതല്ലെങ്കിലും തീരുമാനിക്കേണ്ടത് അതല്ലെങ്കിലും തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡ് തന്നെയാണ്. സമ്മർദ്ദം ചെലുത്തി എന്നാണ് പറയുന്നത്. ഇല്ല, സമ്മർദ്ദം ചെലുത്തി ആരും സമ്മർദ്ദം ചെലുത്തിയത് എന്റെ അറിവിലില്ല. എന്റെ അറിവിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തിയത് എന്റെ അറിവിലില്ല. മുഖ്യമന്ത്രി ചർച്ച തുടങ്ങി വെച്ചത് എറണാകുളത്ത് നിന്നാണ്. അതൊന്നും എനിക്കറിയില്ല. ആലപ്പുഴ രാഘവനോട് എന്നെ പോയി ചോദിക്കുക. രാഘവന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ മറുപടി പറഞ്ഞതിൽ എന്താ അർത്ഥം? അതിന്റെ തീരുമാനം എടുക്കുന്നത് വരെ അത് ചർച്ചയാവാം, സ്വാഭാവികല്ലേ? രാഷ്ട്രീയത്തിൽ നിങ്ങളത് ഇത് ആദ്യ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സർവീസിലുള്ളവരല്ലേ നിങ്ങൾ? സാധാരണ കോൺഗ്രസിന് ഒരു രീതി ഉണ്ടല്ലോ. കോൺഗ്രസിന്റെ രീതി ഇത് തന്നെയാണ്. അല്ലാതെ നിങ്ങൾ എങ്ങനെയാ പറയല്?